2 പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയും ചെയ്തുകൊണ്ട് റോഡിൽ ഇങ്ങനെ ബിരിയാണി കച്ചവടം നടത്തണത് എന്തിനാണെന്ന് അനുജേനെ അറിയണ എല്ലാവരും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഇതാണ് പാഷൻ എന്ന് പറയണത്. നൈറ്റ് ഷിഫ്റ്റ് ജോലിയും കഴിഞ്ഞ് പുലർച്ചെ അടുക്കളയിൽ കയറി ഇതേ ബിരിയാണിയൊക്കെ വെച്ചുണ്ടാക്കും. ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. വേറൊരു പ്രത്യേകത, വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിട്ടാണ് ഇവിടുത്തെ ബിരിയാണി ദം ചെയ്യണത്. ഒരു 12 മണി മുതൽ വഞ്ചിയൂർ കോടതിയുടെ മുൻപിൽ ബിരിയാണി പൊതികളുമായി അനുജയുണ്ടാവും. ഒരെണ്ണം പോലും ചെലവാവാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ അനുജയും തയ്യാറായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ 10-25 ബിരിയാണി എല്ലാ ദിവസവും ചെലവാകുന്നുണ്ട്. BS ബിരിയാണി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇങ്ങനെ വാഴ ഇലയിൽ പൊതിഞ്ഞു വെച്ച് ദം ചെയ്യണോണ്ട് തന്നെ അത് തുറക്കുമ്പോൾ നല്ലൊരു മണാണ്. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും മഴയായാലും വെയിലായാലും കോടതിയുടെ മുൻപിൽ ആളുണ്ടാവും. 140 രൂപയാണ് ഒരു പൊതി ബിരിയാണിക്ക്. കുക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട്സൊക്കെ പറയും നല്ലതാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. ഭക്ഷണം ആൾക്കാർ കഴിക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് അവരെ അഭിപ്രായം പറയണ കേൾക്കുമ്പോ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറയണ കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഓർഡർ അനുസരിച്ചിട്ടും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഭാവിയിലേക്ക് ഒരു ഹോട്ടലൊക്കെ തുടങ്ങണം എന്നുള്ളതാണ് ആളുടെ ആഗ്രഹം. എല്ലാ ആഗ്രഹവും നടക്കട്ടെ. മായമില്ലാത്ത രുചികളുമായി ഒരുപാട് ചെറുപ്പക്കാർ മുന്നോട്ടേക്ക് ഇനിയും വരട്ടെ.